നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വീഥികളെ അമ്പാടിയാക്കി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും ശോഭയാത്രകൾ നടന്നു. ആളൂരിൽ ഭാര്യയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് ജീവനൊടുക്കിയ നിലയിൽ. പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റത് ചാക്കോച്ചിറ സ്വദേശിക്ക്. വരന്തരപ്പള്ളിയിൽ ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 45-കാരനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വീഥികളെ അമ്പാടിയാക്കി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും ശോഭയാത്രകൾ നടന്നു. കൃഷ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ച കുട്ടികളും ദ്വാപരയുഗത്തിന്റെ പ്രതീതി ഉണർത്തുന്ന നിശ്ചല ദൃശ്യങ്ങളും ഉറിയടി, കോൽക്കളി, കാവടികളി, ഗോപികാ നൃത്തം തുടങ്ങിയവയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ വർണ്ണമയമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളാണ് നാടെങ്ങും ഒരുക്കിയത്. വിവിധ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടന്നു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഓടക്കുഴലേന്തിയ ബാലഗോപാലന്മാരും പീലിക്കണ്ണെഴുതിയ ഗോപികമാരും പൂരനഗരിയിൽ നിറഞ്ഞാടി. ശ്രീകൃഷ്ണാവതാര ലക്ഷ്യവും ഐതിഹ്യ കഥകളും വിളിച്ചോതിയ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ ശോഭയാത്രകൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ മാറ്റുകൂട്ടി. പിഞ്ചു കണ്ണൻ മുതൽ ഉറിയടിയോടെ മുന്നേറിയ ഗോപികമാർ വരെ തൃശ്ശൂരിലെ ശോഭായാത്രയിൽ സംഗമിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തലവണിക്കര ശിവജി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി ആര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആളൂരിൽ ഭാര്യയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് ജീവനൊടുക്കിയ നിലയിൽ. ആനത്തടം പുതുശ്ശേരി കണ്ണപ്പള്ളി വീട്ടിൽ 66 വയസ്സുള്ള ബാബു എന്ന് വിളിക്കുന്ന ദേവസിയാണ് മരിച്ചത്. ഭാര്യ 60 വയസ്സുള്ള അൽഫോൺസയെ പരിക്കുകളോടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 4 വർഷത്തോളമായി താഴേക്കാട് കണ്ണിക്കരയിൽ താമസിച്ചിരുന്ന ദേവസി ഞായറാഴ്ച രാവിലെ ആനത്തടത്തെ വീട്ടിലെത്തി അൽഫോൺസയെ ആക്രമിക്കുകയായിരുന്നു. മക്കൾ വിദേശത്തായതിനാൽ വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു അൽഫോൺസ. പള്ളിയിൽ പോയി തിരികെ വീട്ടിലെത്തിയ അൽഫോൺസയെ വീട്ടുപരിസരത്ത് പതുങ്ങിയിരുന്ന ദേവസി വീടിനുള്ളിൽ കയറി ചുറ്റിക കൊണ്ട് തലയിൽ അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കരച്ചിൽ കെട്ട് സമീപവാസികൾ എത്തിയപ്പോൾ ഇയാൾ മുറിക്കുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു. പിന്നീട് ദേവസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 5:30 സംഭവം. ചെങ്ങാലൂർ റോഡിൽ നിന്നും ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായ രാജൻ ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളിയിൽ ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 45-കാരനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലുപ്പാടം കിണർ സ്വദേശി പുൽക്കിരി പറമ്പിൽ വീട്ടിൽ ഷിനോജാണ് അറസ്റ്റിലായത്. സെപ്റ്റംബർ 12 രാത്രിയായിരുന്നു സംഭവം. വേലുപ്പാടം സ്വദേശിയായ വലിയ പറമ്പിൽ വീട്ടിൽ മൻസൂറിനെ ഷിനോജ് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ഷിനോജ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2020 ഒരു വ്യാജ മദ്യ കേസടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, സബ് ഇൻസ്പെക്ടർമാരായ പോൾസൺ, സുനിൽകുമാർ, അലി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, സജീവ്, രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ കാർമ്മികനായി. ഫാദർ സെബിൻ ചോനയെടുത്ത് സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദർശനവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോർജ് എടക്കുളത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, പള്ളി നടത്ത് കൈകാരൻ ലിൻഡോ കൊമ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ അവകാശ ദിനാചരണവും ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൈക്കാരന്മാരായ ലിറ്റോ ജോസ്, ജോയ് ആച്ചാണ്ടി, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം ഹരൺ ബേബി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജോയ് മുത്തിപ്പീടിക എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നെല്ലായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിൽ ആത്മാഭിമാന സംഗമം നടത്തി. KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. TR ലാലു അധ്യക്ഷനായി. PK ശിവരാമൻ, AS ദിനകരൻ, KJ ഡിക്സൺ, EK അനൂപ്, കാർത്തിക ജയൻ, PV കുമാരൻ, പ്രവീണ മനോജ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KK നാരായണൻ സ്മാരക അവാർഡ് ദാനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. PSC ബാങ്ക് വൈസ് പ്രസിഡന്റ് KA ഫ്രാൻസിസ്, ഡയറക്ടർ KJ ജോജു, സെക്രട്ടറി പ്രസന്ന ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഈ ബാങ്കിൻ്റെ രൂപീകരണവും അതുപോലെ തന്നെ ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്ന ആളുകളാണ് ഇന്ന് ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരിൽ മിക്കവരും. നേരത്തെ ബാങ്കിൻ്റെ ഡയറക്ടർമാരായിരുന്നവരും ബാങ്കിനെ നയിച്ച പ്രഭാരേട്ടനടക്കമുള്ള ആളുകളൊക്കെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 2ാമത്തെ പൊതുയോഗമാണ് നമുക്കിവിടെ നടക്കുന്നത്. ഈ പൊതുയോഗ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെയേറെ അഭിമാനവും വളരെയേറെ സന്തോഷവുമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം സ്വന്തം രോഗാവസ്ഥയെ മറച്ചുവെച്ച് ഒരു മനുഷ്യായുസ്സിലെ മുഴുവൻ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിച്ചനുഭവിക്കുന്ന ജോണിച്ചേട്ടൻ ഇപ്പോൾ പൊരുതുന്നത് ജീവിതം നിലനിർത്തുന്നതിനാണ്. ഭാര്യയുടെ ഡയാലിസിസിനും മരുന്നുകൾക്കും പോലുമുള്ള മാർഗം കണ്ടെത്താൻ വലയുന്ന ഈ ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തൃക്കൂർ സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളി 51-കാരൻ പ്ലാക്കൻ ജോണിയുടെ മുഖത്ത് ഇപ്പോഴും ഒരു ചെറിയ തിളക്കം ബാക്കി നിൽപ്പുണ്ട്. ഈ ജീവിത പരീക്ഷയിൽ തളരില്ലെന്ന പ്രതീക്ഷയുടെ തിളക്കം. അത് അണയാതിരിക്കണമെങ്കിൽ കടക്കാനുള്ളത് വലിയ കടമ്പയാണ്. അതിനായി കനിവുള്ള സുമനസ്സുകളുടെ കരുതൽ ഇവർക്ക് ആവശ്യമാണ്.
23 വർഷമായി ജോണിയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം വാടക വീടുകളിലാണ് താമസം. ഭാര്യ ഷൈനിക്ക് 2.5 വർഷം മുൻപാണ് വൃക്കരോഗം പിടിപെടുന്നത്. വൃക്കകൾ ചുരുങ്ങി ഒട്ടിയ നിലയിലാണ്. 2 വർഷമായി സ്ഥിരമായി ഡയാലിസിസ് തുടരുന്നു. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. വൃക്കകൾ മാറ്റിവെക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയും ഇവർക്കില്ല. ഇതിനിടയിൽ ഷൈനിക്ക് ഹൃദയത്തിനും തകരാറ് സംഭവിച്ചു. ഭാര്യയെ പരിചരിക്കാൻ നിൽക്കേണ്ടതിനാൽ ജോണിച്ചേട്ടന് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. എൻ്റെ ഭാര്യ ഷൈനിക്ക് വൃക്ക സംബന്ധമായ രോഗമാണ്. ആഴ്ചയിൽ 3 ഡയാലിസാണ്. അത് എലൈറ്റ് ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. വിനോദ് പി ബാബുരാജ് എന്ന് പറഞ്ഞ സാറിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ആൾക്ക് അറ്റാക്കും ഫിക്സിൻ്റെ രോഗമൊക്കെ ഉണ്ട്. 2 പ്രാവശ്യം അറ്റാക്കും 2 പ്രാവശ്യം ഫിക്സൊക്കെ വന്നു പോയതാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഉദാരമായ സംഭാവനകളും ആവശ്യമായി വന്നിരിക്കുകയാണ്. നേരത്തെ അളഗപ്പനഗർ പഞ്ചായത്ത് പരിധിയിൽ താമസിച്ചിരുന്ന കുടുംബത്തിന് പഞ്ചായത്തിൻ്റെ ചെറിയ ധനസഹായം ലഭിച്ചിരുന്നു. കടം വാങ്ങിയും സുമനസ്സുകളുടെ സഹായത്താലും ഇതുവരെ ഇവർ മുന്നോട്ടു പോയി. 25 ലക്ഷത്തോളം കടബാധ്യതയിലാണ് താനെന്ന് ജോണി പറയുന്നു. 2 വർഷം മുൻപ് പഞ്ചായത്തിൽ നടത്തിയ മെഡിക്കൽ സ്ക്രീനിങ്ങിലാണ് ജോണിക്ക് ആമാശയത്തിൽ ചെറിയ കുമിളകൾ കണ്ടെത്തിയത്. ആരോഗ്യത്തെയും ദഹനാവസ്ഥയെയും ബാധിച്ചതോടെ തുടർ പരിശോധനകൾ നടത്തി. അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നും ഇല്ലെങ്കിൽ ഇത് ക്യാൻസറിന് കാരണമാകുമെന്നും ഡോക്ടർമാർ പറഞ്ഞതോടെ ഈ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. ഭാര്യയുടെ ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലയുന്നതിനിടെ തൻ്റെ രോഗാവസ്ഥയെ വകവയ്ക്കാതെ പോരാടുകയാണ് ഈ ഗൃഹനാഥൻ. +2 കഴിഞ്ഞ മകൻ എറണാകുളത്ത് തൊഴിൽ പഠനം തുടരുകയാണ്. വിവാഹിതയായ മകളാണ് അമ്മയെയും അപ്പനെയും പരിചരിക്കാൻ കൂട്ടായി കൂടെയുള്ളത്. ആഴ്ചയിൽ 20,000-ഓളം രൂപ മരുന്നിനും ഡയാലിസിസിനും പരിശോധനകൾക്കുമായി വേണം. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ഈ കുടുംബത്തിന് നമ്മുടെ കരുണ വേണം. അവരുടെ ഭാര്യയ്ക്ക് 1.5 കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു 12,000 രൂപയുടെ അധികം ചിലവ് അവർക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, വാടകയ്ക്ക് താമസിക്കുന്ന സ്വന്തമായ സ്ഥലമോ മറ്റു വീടുകളൊന്നും ഇല്ല. വേറെ വരുമാനം ജോണിയുടെ മാത്രം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ജോണിക്കും ആമാശയത്തിൽ ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇതുവരെ ഇവിടെ എത്തിയത്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് വന്നിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളുടെയൊക്കെ സഹായത്തോടെ തന്നെയാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. ചികിത്സയായാലും ജീവിതമായാലും ഒക്കെ നമ്മുടെ ചെറിയ ചെറിയ സഹായങ്ങൾ പോലും ഇവർക്ക് ഉൾക്കരുത്തും കരുതലുമാകും. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ മണ്ണമ്പേട്ട ശാഖയിൽ 125500006054 എന്ന അക്കൗണ്ട് നമ്പറിലോ 9895847129 എന്ന GPay നമ്പറിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. സമാനതകളില്ലാത്ത രോഗപീഠകളിൽ വലയുന്ന ദമ്പതികൾ ഉദാരമതികളുടെ കനിവ് തേടുകയാണ്. ഇരുവൃക്കകളും തകരാറിലായി 2 വർഷത്തിലേറെയായി ഷൈനി ചേച്ചി ഡയാലിസിസ് തുടരുകയാണ്. ഭാര്യയെ കരുതലോടെ സംരക്ഷിക്കുന്നതിനിടെ ആമാശയത്തിൽ രോഗബാധിതനായ ജോണിച്ചേട്ടൻ തൻ്റെ തൊഴിലായ പെയിന്റിംഗ് തൊഴിൽ ചെയ്യാനാകാതെ ഇപ്പോൾ വലയുന്ന അവസ്ഥയിലാണ്. ആഴ്ചയിൽ 20,000-ലേറെ രൂപ മരുന്നിനും ആശുപത്രി സന്ദർശനത്തിനുമായി ഇവർക്ക് ആവശ്യമുണ്ട്. ജീവിതവും ജീവനും നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം ആവശ്യമാണ്. ഈ കുടുംബത്തിന് നമ്മുടെ കരുതൽ ആവശ്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പാഴായി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലാ ദിനാചരണം നടത്തി. കേരള സംസ്ഥാന ഗ്രന്ഥശാലാ സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ER ശാസ്ത്ര ശർമ്മൻ പതാക ഉയർത്തി. സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി VM പ്രഹ്ലാദൻ നേതൃത്വം നൽകി. തുടർന്ന് ഗ്രന്ഥശാലയെക്കുറിച്ച് ക്ലാസും നടത്തി. ഇനി കാണാം ഇൻഫോടോക്ക്. കടലിലെയും പുഴയിലെയും മത്സ്യങ്ങൾ രൂപത്തിലും രുചിയിലും വ്യത്യാസപ്പെടുന്നത് പോലെ തന്നെ ഗുണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മീനുകളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. മത്തിയിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. മത്തി പോലെ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു മത്സ്യം അയിലയാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്.
പ്രോട്ടീനും omega-3 ഫാറ്റി ആസിഡും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ മത്സ്യമാണ് ആവോലി. തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഹൃദയാരോഗ്യത്തിനും ഉത്തമം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചൂരയിൽ വൈറ്റമിൻ ഡി സമൃദ്ധമാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ B12 ധാരാളം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിന് കാൽസ്യവും വിറ്റാമിൻ ഡിയും നത്തോലിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ പ്രോട്ടീനും ധാരാളമുണ്ട്. പ്രോട്ടീനും omega-3 ഫാറ്റി ആസിഡിനും പുറമെ വിറ്റാമിൻ B12, കാൽസ്യം, ഫോസ്ഫറസ്, സെലിനിയം എന്നിവയാൽ സമൃദ്ധമാണ് കിളിമീൻ. നവര, മഞ്ഞക്കോര എന്നും കിളിമീനെ വിളിക്കാറുണ്ട്. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സഹായകമാണ്. കാൽസ്യവും ഫോസ്ഫറസും omega-3 ഫാറ്റി ആസിഡും സമൃദ്ധമായി അടങ്ങിയതാണ് കരിമീൻ. ഇത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ മികച്ചതാണ്. കടലിലും ശുദ്ധജലത്തിലും വളരുന്ന മത്സ്യമാണ് ചെമ്മീൻ. ഇത് പ്രോട്ടീനാൽ സമ്പന്നമാണ്. കൊഴുപ്പ് കുറവായതിനാൽ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കടലിലെ ചെമ്മീനിൽ കൂടുതൽ omega-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. മറ്റു പോഷക ഗുണങ്ങൾ എല്ലാം രണ്ടിലും ഒരുപോലെയാണ്. ചിലരിൽ ചെമ്മീൻ അലർജി ഉണ്ടാക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027512262. ചെങ്ങാലൂർ മണ്ണമ്പേട്ട മാവിൻചൂട് റോഡിൽ ശാന്തിനഗർ മുതൽ മണ്ണമ്പേട്ട ജംഗ്ഷൻ വരെ കാന കൾവർട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 19 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. ചെങ്ങാലൂർ രണ്ടാങ്കല്ല് നെല്ലായി മാണിക്കൻ ഭാര്യ വള്ളിയമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാമകൃഷ്ണൻ, രാജൻ, ശിവൻ, രാധാമണി, തിലകൻ എന്നിവർ മക്കളും മല്ലിക, ശാന്ത, നിഷ, ശശി, സ്മിത എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പ നഗർ വില്ലേജ് കോർട്ട് ബ്രാഞ്ച് റോഡ് കണ്ണത്ത് ജോൺ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. അന്നയാണ് ഭാര്യ. ആകാശ്, അഖില എന്നിവർ മക്കളും അനീന, വിനു എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ ചുങ്കം മഞ്ഞളി പോൾ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. പരേതിയായ റോസിയാണ് ഭാര്യ. ദീപ, ദിവ്യ എന്നിവർ മക്കളും ജോർജ്, ടോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീഥികളെ അമ്പാടിയാക്കി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും ശോഭയാത്രകൾ നടന്നു. ആളൂരിൽ ഭാര്യയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് ജീവനൊടുക്കിയ നിലയിൽ. പുതുക്കാട് ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റത് ചാക്കോച്ചിറ സ്വദേശിക്ക്. വരന്തരപ്പള്ളിയിൽ ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 45-കാരനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.